Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamul atammanil akmalani ala khatami rasulillahi ajma'in wa ala alihi wa ashabihi ghurril mayamin wa ala azwajihi ummahatil mu'minin wa ala tabi'in wa man tabi'ahum bi ihsanin ila yaumiddin. Ya ayyuhalladzina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. Ya ayyuhan nasu taqu rabbakumul ladzi khalaqakum min nafsin wahidah wa khalaqa minha zawjaha wa batha minhuma rijalan katsiran wa nisaa wattaqullaha alladzi tasaaluna bihi wal arham innallaha kana 'alaykum raqiba. Ya ayyuhalladzina amanu taqullaha wa qulu qawlan sadida yuslih lakum a'malakum wa yaghfir lakum dhunubakum wa man yuti'illaha wa rasulahu faqad fazza fawzan 'azima. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെ ജീവിതത്തിൽ സൂക്ഷിച്ച് പാലിച്ച് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. നമ്മുടെ സൃഷ്ടാവും പരിപാലകനുമായ മേലായ റബ്ബിൻ്റെ നാമങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹുവിൻ്റെ അത്യുത്തമമായ നാമങ്ങളിൽ അൽ മുഅ്തി എന്ന നാമമാണ് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ ഇന്ന് മനസ്സിലാക്കുന്നത്. അത്വാ എന്ന് പറഞ്ഞാൽ ദാനം എന്നാണ് അർത്ഥം. അള്ളാഹു അൽ മുഅ്തി എന്ന് പറയുമ്പോൾ അള്ളാഹു ദാനമേകുന്നവനും ഔദാര്യം കനിയുന്നവനുമാണ് എന്നതാണ് അതിൻ്റെ താൽപ്പര്യം. അള്ളാഹുവിൻ്റെ ദാനം, അള്ളാഹുവിൽ നിന്നുള്ള വായ്പ്, അത് പടപ്പുകളിൽ നിന്നുള്ള ദാനവും വായ്പും പോലെയല്ല. നമ്മൾ ദുആകളിൽ പറയാറുണ്ട്, റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർദി വമിൽ മാ ശിഅത മിൻ ഷൈഇൻ ബഅദു അഹ്ലസ് സനാഇ വൽ മജ്ദ് അഹഖു മാ ഖാലൽ അബ്ദ് വകുല്ലുനാ ലക അബ്ദ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇൽ നിന്ന് തല ഉയർത്തി എഴുത്തിദാലിൽ നിന്നാൽ തിരുനബിയുടെ ദുആയാണിത്. എഴുത്തിദാലിൽ പല ദുആകളുണ്ട്. റബ്ബന ലക്കൽ ഹംദു, റബ്ബന വലക്കൽ ഹംദു, ഇങ്ങനെ പല ദുആകളുണ്ട്. ഒരു ദുആയാണിത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞത്. അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? അഹ്ലസ് സനാഇ വൽ മജ്ദി അഹഖു മാ ഖാലൽ അബ്ദ് വകുല്ലുനാ ലക അബ്ദ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത. അല്ലാഹുവേ, നീ നൽകിയത് തടയുവാൻ ആരുമില്ല. വലാ മുഅതിയ ലിമാ മനഅത, നീ തടഞ്ഞത് നൽകുന്നവനായി ആരുമില്ല. അപ്പം അള്ളാഹു നൽകുന്നവനാണെന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകുന്നത് തടയാൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ ആർക്കാണ് അള്ളാഹു നൽകുന്നത് അത് അയാൾക്ക് എത്തിയിരിക്കും. എങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ചോ അவ்விധം, എത്ര അള്ളാഹു ഉദ്ദേശിച്ചോ അത്ര, ആർക്കുദ്ദേശിച്ചോ അയാൾക്ക്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
നൽകുന്നവനാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നമസ്കാരത്തിൻ്റെയും ഒടുവിൽ പറയാറുള്ള, നമസ്കാരത്തിൽ സലാം വീട്ടിയതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുള്ള ദുആയിൽ നമുക്കറിയാം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അവിടെയും അള്ളാഹു നൽകുന്നത് തടയാൻ ഒരാളുമില്ല, അള്ളാഹു തടഞ്ഞത് നൽകാൻ ഒരാളുമില്ല എന്നാണ് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നവനാണ്, അൽ മുഅ്തി. അള്ളാഹു ആർക്ക് നൽകാൻ ഉദ്ദേശിച്ചോ അത് അയാൾക്ക് കിട്ടും, എത്ര ഉദ്ദേശിച്ചോ അത്ര, ഏത് നിലക്ക് ആ നിലക്ക്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നവൻ എന്ന് പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമ്മൾ അള്ളാഹു നൽകുന്നതിൽ ബർക്കത്തിന് വേണ്ടി ദുആ ഇരക്കാറുണ്ട്. അള്ളാഹു നൽകുന്നവനാണ്, അതിൽ അള്ളാഹു നമുക്ക് ബർക്കത്ത് ചൊരിയാൻ. അതാണ് ഖുനൂത്തിൽ നിർവഹിക്കുന്ന ദുആയിൽ അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക് ലി ഫീമാ അഅ്തൈത് വഖ്നി ശർറ മാ ഖദൈത് ഫഇന്നക തഖ്ദി വലാ യുഖ്ദാ അലൈക് ഇന്നഹു ലാ യദില്ലു മൻ വാലൈത് വലാ യഈസു മൻ ആദൈത്. ഈ ദുആയിൽ തബാറകത റബ്ബനാ വതആലൈത്, ഈ ദുആയിൽ വബാരിക് ലി ഫീമാ അഅ്തൈത്, വബാരിക് ലി അല്ലാഹുവേ നീ എനിക്ക് ബർക്കത്ത് ചൊരിയണമേ, ഫീമാ അഅ്തൈത് നീ എനിക്ക് നൽകിയതിൽ. അള്ളാഹുവിൻ്റെ വരദാനം, അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചൊരിഞ്ഞാലാണ് അത് ഫലപ്രദവും ഗുണപ്രദവും. അള്ളാഹു ബർക്കത്ത് ചൊരിഞ്ഞിട്ടില്ലെങ്കിലോ, അള്ളാഹു നൽകി അതിൽ അനുഗ്രഹമില്ല എങ്കിൽ അത് പരീക്ഷണമായിരിക്കും. ഇപ്പം മഴ അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യം, വർഷിച്ചാൽ മഴ അനുഗ്രഹമാകുന്നവരുണ്ട്, അനുഗ്രഹക്കേടാകുന്നവരുമുണ്ട്. അപ്പം അള്ളാഹു നൽകുന്നവൻ ആണ്. അള്ളാഹു നൽകിയതിൽ നമ്മൾ ബർക്കത്തിന് വേണ്ടിയിട്ട്, അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് തേടുന്നു. ഇങ്ങനെ നൽകുന്നവനും കനിയുന്നവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ ആശയമാണ് അൽ മുഅ്തി എന്ന നാമത്തിനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള തിരുമൊഴികളിലാണ് അള്ളാഹുവിൻ്റെ അൽ മുഅ്തി എന്ന നാമം സ്ഥിരപ്പെട്ടത്. ഇമാം ബുഖാരിയും മുസ്ലിമും മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്. ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. എന്താ മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, വല്ലവരോടും അള്ളാഹു അയാൾക്കൊരു നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ യുഫഖിഹു ഫിദ്ദീൻ, അയാൾക്ക് ദീനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിഖ്, പാണ്ഡിത്യം, ഗ്രാഹ്യത നൽകും. വല്ലാഹുൽ മുഅ്തി, അള്ളാഹു ആകുന്നു അൽ മുഅ്തി. അതാണ് അള്ളാഹുവിൻ്റെ അൽ മുഅ്തി എന്ന നാമം വന്ന സ്ഥലം. അള്ളാഹു ആകുന്നു അൽ മുഅ്തി, നൽകുന്നവൻ, ദാനമേകുന്നവൻ. വാനൽ ഖാസിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ അൽ ഖാസിമാകുന്നു. എന്താ ഞാൻ ഖാസിമാകുന്നു എന്ന് പറഞ്ഞാൽ, അള്ളാഹു നൽകിയത് വിഹിതം വെക്കുന്നവനാകുന്നു ഞാൻ, ആളുകൾക്ക് വീതിച്ച് നൽകുന്നവനാകുന്നു ഞാൻ. അത് അറിവാണെങ്കിൽ അറിവ്, ദീനാണെങ്കിൽ ദീന്, മതവിധിയാണ് എങ്കിൽ മതവിധി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നതായ സ്വദഖ, സകാത്ത് പോലുള്ളതൊക്കെയാണ് എങ്കിൽ അത്തരം സമ്പത്തുകൾ എല്ലാം അത് വീതിച്ച്, നീതിപൂർവ്വം വീതിച്ച് നൽകുന്നവനാകുന്നു അൽ ഖാസിം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ കുറിച്ച് പറയാം, ഞാൻ അൽ ഖാസിമാകുന്നു. എന്നിട്ട് തിരുനബി പറയാണ്, വലാ തസാലു ഹാദിഹിൽ ഉമ്മത്തു വാഹിരീൻ അലാ മൻ ഖാലഫഹും. ഈ ഉമ്മത്ത് അവരോടെതിരാവുന്നവർക്കെതിരിൽ വിജയികളായിക്കൊണ്ടിരിക്കും. ഹത്താ യഅതി അംറുല്ലാഹ്,
അള്ളാഹുവിൻ്റെ കൽപ്പന അന്ത്യനാളായി ഭവിക്കുന്നത് വരെ വഹും വാഹിറൂൻ, അവർ വിജയികളായി ഉള്ള അവസ്ഥയിൽ. അപ്പോൾ ഉമ്മത്തികൾ അവർക്ക് എതിരിൽ നിലകൊള്ളുന്ന ആളുകൾക്കെതിരിൽ അള്ളാഹുവിൽ നിന്നുള്ള സഹായം ലഭിക്കുന്നവരായി ഇവിടെ നിലനിൽക്കും അന്ത്യനാൾ വരേക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സുവിശേഷം അറിയിക്കണം. ഈ ഹദീസിൽ കുറേ വിഷയങ്ങളാണ്. ഒന്ന്, നമ്മളിവിടെ കൊണ്ടുവന്നത് ഇതെന്തിനാ? അള്ളാഹുവിൻ്റെ അൽ മുഅ്തി എന്നുള്ള പേര് നമ്മൾ മനസ്സിലാക്കാനാണ്. അത് ഹദീസിലാണ് വന്നത്, അത് ഈ ഹദീസിലാണ്. ഈ ഹദീസിൻ്റെ മറ്റൊരു ലഫ്ദ് ഇമാം ബുഖാരിയുടെ റിവായത്തിലുള്ളത് ഇപ്രകാരമാണ്: മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ഒരു മനുഷ്യനോട് അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ അയാൾക്ക് അള്ളാഹു മതത്തിൽ അറിവേകും, ഗ്രാഹ്യത നൽകും. ഇന്നമ അന ഖാസിം, ഞാൻ ഖാസിമാകുന്നു, വയുഅത്തില്ല, അള്ളാഹു നൽകുന്നു. അവിടെ അള്ളാഹു യുഅത്തി എന്നാ പറഞ്ഞത്, നൽകുന്നു ഫിഅലാണ്, പ്രവൃത്തി. അള്ളാഹു നൽകും. ആദ്യത്തെ ഹദീസിൽ അള്ളാഹു അൽ മുഅ്തി എന്നാണ് പറഞ്ഞത്, അവിടെയാണ് അള്ളാഹുവിൻ്റെ നാമം. എന്നിട്ട് പിന്നെ നമ്മൾ ആദ്യം വായിച്ച ഹദീസിലുള്ളതുപോലെ ഇവിടെ എന്താ മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ? ഒരു മനുഷ്യനോട് അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ അയാൾക്ക് അള്ളാഹു ദീനിൽ ഗ്രാഹ്യതയും പാണ്ഡിത്യവും നൽകും എന്ന് പറഞ്ഞു, മതത്തിൽ അറിവ് നൽകും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ മതത്തിൽ അറിവുള്ളവനായി വളരുകയാണ് എങ്കിൽ അയാളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ ഉദ്ദേശിക്കുന്നു എന്നാണ് അതിൻ്റെ മാന. ഈ ഹദീസിൻ്റെ വിശദീകരണം വായിക്കുമ്പോൾ ഇമാം അബൂ ജഅഫർ മുഹമ്മദ് ഇബ്നു ജരീർ അത്തബരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം, മുഹമ്മദ് ഇബ്നു ജരീർ അത്തബരി റഹ്മത്തുള്ളാഹി അലൈഹി, ആ പേരെന്താ? തബരി. അദ്ദേഹം തബരിസ്ഥാനിലാണ്, അതിലേക്കാണ് നിസ്ബ തബരി എന്നുള്ളത്. തബരിസ്ഥാൻ എന്ന് പറഞ്ഞാൽ കാസ്പിയൻ കടൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശം. ദൈലമിൻ്റെയും ജോർജാൻ്റെയും ഇടയിൽ തബരിസ്ഥാൻ എന്ന് പറഞ്ഞാൽ കാസ്പിയൻ കടൽ നമുക്കറിയാം. കാസ്പിയൻ കടൽ എവിടെ? പേർഷ്യയിലാണ്. അപ്പോൾ പേർഷ്യയിൽ വളർന്ന മുഹമ്മദ് ഇബ്നു ജരീർ അത്തബരി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ അദ്ദേഹം അനറബിയാണ്, പേർഷ്യൻ നാട്ടിലാണ്. ഈ ഇമാം ഇബ്നു ജരീർ അത്തബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം 7-ാം വയസ്സിൽ ഖുർആൻ മനപ്പാടാക്കി. 7-ാം വയസ്സിൽ. 8-ാം വയസ്സിൽ ജനങ്ങൾക്ക് ഇമാമത്ത് നിന്ന് നമസ്കരിക്കുന്ന ഇമാമായി. 9-ാം വയസ്സിൽ ഹദീസ് രേഖപ്പെടുത്തുന്ന, ഹദീസ് പഠിക്കുന്ന പഠന വിദ്യാർത്ഥിയായി. 86 വയസ്സ് വരെ ഇമാം തബരി ജീവിച്ചു. ഖതീബുൽ ബഗ്ദാദി പറയാണ്, ബഗ്ദാദിൽ തബരി എത്തി, പഠനം ഉണ്ടല്ലോ, വിദ്യാഭ്യാസം തുടർത്തി ബഗ്ദാദിലെത്തി. 40 വർഷമാണ് ബഗ്ദാദിൽ കഴിച്ചു കൂട്ടിയത്. ഒരു ദിവസം 40 പേജ് അദ്ദേഹം ഗ്രന്ഥരചനയായിട്ട് നടത്തുന്നതാണ്. ഒരു ദിവസം 40 പേജ് ചെയ്തു ഗ്രന്ഥരചന. അപ്പം എത്ര? 40 വർഷം, ഒരു ദിവസം 40 പേജ് നടണമെങ്കിൽ 6 ലക്ഷം പേപ്പർ ഗ്രന്ഥരചന. ആ നാളുകളിലെ ഇമാം തബരിയുടെ സംഭാവനയാണ് ഇത്. ഇമാം അൽ ഖതീബുൽ ബഗ്ദാദി ഇബ്നു ജരീർ തബരിയുടെ ചരിത്രം എഴുതിയപ്പോൾ എഴുതിയൊരു മഹാത്ഭുതമാണ്. ഇന്ന് നോക്കി നമ്മൾ വിശുദ്ധ ഖുർആൻ്റെ ഏറ്റവും പ്രാമാണികമായ തഫ്സീർ ഏതാ? ഏറ്റവും പ്രാമാണികമായ തഫ്സീർ തബരിയാണ്. ഇമാം ഇബ്നു ജരീർ തബരിയുടെ ജാമിഉൽ ബയാൻ എന്ന് പറയുന്ന തഫ്സീറാണ്. ചരിത്രം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലോ ഏറ്റവും പ്രസിദ്ധമായ ചരിത്രം താരീഖുൽ മുലൂക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന താരീഖു തബരിയാണ്. ഇമാം തബരിയുടെ താരീഖാണ്. അതേപോലെ ഫിഖ്ഹിൽ, അതേപോലെ തന്നെ ഹദീസിൽ, പല കലകളിൽ നിറഞ്ഞ പണ്ഡിതനും അഗ്രഗണ്യനുമാണ് ഇമാം ഇബ്നു ജരീർ തബരി റഹ്മത്തുള്ളാഹി അലൈഹി. 86 വയസ്സിവിടെ ജീവിച്ച് ഈ ദുനിയാവിനോട് യാത്ര പറയുന്നതിന് മുമ്പായി അദ്ദേഹം ലോകത്തിന് വിലപ്പെട്ടതും കനപ്പെട്ടതുമായ ഒരു വിജ്ഞാന സാഗരമാണ് സംഭാവന ചെയ്തത്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ.
അള്ളാഹു സുബ്ഹാനഹു വ തആല മതത്തിൽ ഗ്രാഹ്യതയും പാണ്ഡിത്യവും സമ്മാനിക്കും. ഒരു മനുഷ്യനോട് അള്ളാഹു നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ദീൻ പഠിക്കാൻ, അറിവ് സമ്പാദിക്കുവാൻ സമയം കാണണം. ഇമാം ഇബ്നു ജരീർ അത്തബരിയെപ്പോലുള്ളതായ ഒരു അനറബി അറബികൾ തോൽക്കും വിധം വിജ്ഞാന ശേഖരങ്ങളുടെ ഉടമയായിട്ടുണ്ട് എങ്കിൽ അത് രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ നിതാന്ത പരിശ്രമമാണ്, കഠിനാധ്വാനമാണ്. ആ മഹത്തുക്കൾ ഉയർന്ന നിലവാരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടില്ലെങ്കിലും നമുക്ക് ചില കാൽവെപ്പുകളും ചില പടികളും ഒക്കെ ചവിട്ടി കയറാൻ പറ്റും. എന്ത് വേണം, നമ്മൾ ദീന് പഠിക്കാൻ നമ്മൾ സമയം കാണണം. ഇതാണ് ആ വിഷയത്തിൽ എനിക്ക് ഉണർത്താനുള്ളത്. അബുൽ വലീദുൽ ബാജി, മാലിക്കി മദ്ഹബിലെ പ്രശസ്ത പണ്ഡിതനാണ് അബുൽ വലീദുൽ ബാജി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത എന്ന് പറയില്ലേ, അതേപോലെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ മെമ്പറാണ് അബുൽ വലീദുൽ ബാജി എന്ന് പറയുന്ന ഇമാം അൽ ഖാദി, മാലിക്കി മദ്ഹബിലെ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഒരിക്കൽ ഇബ്നു ഹസം അംബാഹിരിയായിട്ടൊരു സംവാദം. അതിൽ ഈ അബുൽ വലീദുൽ ബാജിക്ക് കിതാബുകൾ വായിച്ചതുമായി ബന്ധപ്പെട്ട് ചില പിഴവുകൾ. അപ്പോൾ അബുൽ വലീദുൽ ബാജി ഇബ്നു ഹസമിനോട് പറയാണ്, ഇബ്നു ഹസം, നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ കിതാബ് വായിച്ചത് ഇങ്ങനെ ലൈറ്റത്ത് കുത്തിർന്നിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ വിളക്ക് എത്തിച്ചു വെച്ചിട്ടോ അല്ല കിതാബ് വായിച്ച് പഠിച്ചത്. ഞാൻ കിതാബ് വായിച്ച് പഠിച്ചത് എങ്ങനെയാണെന്നറിയോ, ഈ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി ഉണ്ടല്ലോ, അന്ന് കാലങ്ങളിലൊക്കെ ലൈറ്റ് പന്തം കത്തിച്ച് നടക്കും നാടുകളിലൂടെ ഇങ്ങനെ രാത്രി സെക്യൂരിറ്റി ജീവനക്കാരിങ്ങനെ നടക്കും പന്തം കത്തിച്ചിട്ട്. അപ്പോൾ ഇവർ പന്തം കത്തിച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ അവരുടെ പിന്നാലെ കിതാബ് ഏറ്റിട്ട് നടക്കുകയാണ്. വിളക്കില്ല, എണ്ണല്ല, അതുകൊണ്ട് തന്നെ കത്തിച്ച് വെച്ച് വായിക്കാനൊരു സ്ഥലമല്ല. അപ്പോൾ ഈ ഇവരുടെ പിന്നാലെ നടന്നിട്ടായിരുന്നു കിതാബ് വായിച്ചിരുന്നത്. നാടൊട്ടുക്ക് നടന്ന് കിതാബ് വായിക്കണം. അങ്ങനെ വായിച്ചിട്ട് പഠിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ചില പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് ഇബ്നു ഹസം അംബാഹിരിയോട് ഇമാം അബുൽ വലീദുൽ ബാജി റഹ്മത്തുള്ളാഹി അലൈഹി ക്ഷമാപണം നടത്തിയത് വായിക്കാൻ സാധിക്കും. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ, ഈ അബുൽ വലീദുൽ ബാജിയാണ് പിന്നീട് മാലിക്കി മദ്ഹബിൽ അറിയപ്പെട്ട പണ്ഡിതൻ. അദ്ദേഹം ഖാദിയാണ്. എല്ലാ മദ്ഹബുകളിലും നിപുണന്മാരായ പണ്ഡിതന്മാരെ എണ്ണുമ്പോൾ മാലിക്കി മദ്ഹബിൽ എണ്ണപ്പെടുന്ന പണ്ഡിതന്മാരിൽ പ്രമുഖനാണ് അബുൽ വലീദുൽ ബാജി എന്ന് പറയുന്ന ഈ മഹാൻ. ഉടുതുണിക്ക് മറുതുണില്ല, വിളക്കിൽ എണ്ണ പാരാൻ വകുപ്പില്ല, കത്തിക്കാൻ വിളക്കില്ല. അപ്പോൾ ഇവരുടെ വെളിച്ചത്തിന് ഇവരുടെ പിന്നാലെ നടന്നിട്ടായിരുന്നു പഠിച്ചിരുന്നത് എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളൊരു ഖൈർ നേടാൻ, നന്മ നേടാൻ നമ്മൾ അള്ളാഹുവിൻ്റെ ഈ ദീൻ അത് പഠിക്കാൻ സമയം കാണണം എന്നാണ് ഉണർത്താനുള്ളത്. നമ്മുടെ വിഷയം അള്ളാഹുവിൻ്റെ അൽ മുഅ്തി എന്നുള്ള പേരാണ്. അൽ മുഅ്തി എന്നുള്ള പേര് വന്നത് തിരുമൊഴിയിലാണ്. ആ തിരുമൊഴിയുടെ ആദ്യ ഭാഗം മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, വല്ലാഹുൽ മുഅ്തി, അള്ളാഹു ആകുന്നു അൽ മുഅ്തി. എന്താ അള്ളാഹു അൽ മുഅ്തി എന്ന് പറഞ്ഞാൽ? അള്ളാഹു നൽകുന്നവനാണ്. അള്ളാഹിൻ്റെ നൽകൽ എങ്ങനെയാണ്? അള്ളാഹു ദാനമായിട്ടാണ്. അള്ളാഹു ചെറുതായാലും വലുതായാലും അള്ളാഹു നൽകുന്നത് അള്ളാഹു പകരമൊന്നും പറ്റാതെയാണ്. അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള നൽകലൊക്കെ എന്താണ്? ദാനവായ്പകളാണ്. അതെന്താകട്ടെ, അത് ഇനി വിജ്ഞാനമായാലും ഇപ്പോൾ പറയപ്പെട്ട പണ്ഡിതന്മാരെ പോലുള്ളതായ ധാരാളം ചരിത്രങ്ങൾ, അതല്ല സമ്പത്തായാലും മറ്റെന്തായാലും. പിന്നെ ഒരു ചരിത്രം, നസ്ർ ബിനുൽ ഹജ്ജാജ് ഇബ്നു ഇലാത്ത് അസ്സുലമി എന്ന് പറയുന്ന ഒരു വ്യക്തി. ഈ അൽ ഹജ്ജാജ് ഇബ്നു ഇലാത്ത് അസ്സുലമി പ്രസിദ്ധനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളിൽ പ്രസിദ്ധനാണ്. എന്താ അദ്ദേഹത്തിൻ്റെത്? ഈ അൽ ഹജ്ജാജ് ഇബ്നു ഇലാത്ത് അസ്സുലമി, അദ്ദേഹത്തിൻ്റെ ചരിത്രം ഖൈബർ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. അയാൾക്കൊരു മകനുണ്ടായിരുന്നു, നസർ. ആ നസറാണ് ഇവിടെ നമ്മളുടെ വിഷയം. വാപ്പാൻ്റെ പ്രത്യേകത എന്താ? അൽ ഹജ്ജാജ് ബിൻ ഇലാത്തിൻ്റെ പ്രത്യേകത ബനു സുലൈം ഗോത്രക്കാരനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം സുലൈം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിൽ വിജയം വരിച്ചപ്പോൾ ആ വാർത്ത അറിഞ്ഞതാരാണ്? ആദ്യം ഹജ്ജാജ് ബിൻ ഇലാത്താണ്.
അപ്പോൾ അദ്ദേഹം ഖൈബറിൽ നിന്ന് മക്കയിലേക്ക് പായാണ്, വേഗം പോവുകയാണ്. അപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്, പ്രവാചകരെ, ഞാൻ മക്കത്ത് എത്തിയിട്ടുണ്ട് എങ്കിൽ മക്കത്ത് എനിക്ക് കുറേ സ്വത്തുക്കളുണ്ട്, കുടുംബമുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മക്കക്കാർക്ക് അറിയില്ല ഞാൻ ഇസ്ലാം സ്വീകരിച്ച്, തടി കഴിച്ചിലാക്കാൻ പറ്റൂല മക്കക്കാരുടെ ഇടയിൽ നിന്ന്. അപ്പോൾ എന്ത് വേണം, എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കും വിധം വല്ലതും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എനിക്കതിൽ മാപ്പുണ്ടാകുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോളി എന്ന് പറഞ്ഞു. അങ്ങനെ ഹജ്ജാജ് ഇബ്നു ഇലാത്ത് അസ്സുലമി ഖൈബറിൽ നിന്ന് മക്കത്തേക്ക് വന്ന്. അപ്പം മക്കക്കാരിങ്ങനെ കാത്തിരിക്കുകയാണ് ഖൈബറിലെ വാർത്ത കേൾക്കാൻ. കാരണം ഖൈബറിൽ ജൂതന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ വിജയമാണോ പരാജയമാണോ ഉണ്ടായത് എന്നുള്ളത് അറിയാൻ കാത്തിരിക്കുമ്പോഴാണ് നമ്മളുടെ അൽ ഹജ്ജാജ് ഇബ്നു ഇലാത്ത് വരുന്നത്. അയാൾ വന്ന് ഭാര്യനോട് പറഞ്ഞ്, എനിക്ക് യാത്ര പോകണം, മാത്രമല്ല മുഹമ്മദിൻ്റെയും കൂട്ടരുടെയും സ്വത്ത് അതെനിക്ക് അതിൻ്റെ ഒരു വിഹിതമുണ്ട്, അതുകൊണ്ട് അത് വാങ്ങാൻ പോകണം, അതുകൊണ്ട് വേഗം ഒരുക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ പെണ്ണ് മനസ്സിലാക്കിയത് എന്താ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും ജൂതന്മാർ തോൽപ്പിച്ചിട്ട് മുഹമ്മദിൻ്റെ സ്വത്ത് ജൂതന്മാരെ കയ്യിലുണ്ട്, അതിൻ്റെ ഒരു വിഹിതം ഇദ്ദേഹത്തിന് കിട്ടും, അത് വാങ്ങാൻ പോകാനാണ് എന്നാണ് ഇവൾ മനസ്സിലാക്കിയത്. അതോടുകൂടി പെണ്ണല്ലേ, അതാണ്ട് ആകാശവാണിയായി. അതോടുകൂടി മക്കത്ത് വാർത്ത പരന്ന് മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തൊക്കെ അനുചരന്മാരും ഖൈബറിൽ ജൂതരാൽ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അവരുടെ സമ്പത്തൊക്കെ ജൂതന്മാർ അനന്തര സ്വത്തായി യുദ്ധാർജിത സ്വത്തായിട്ട് പിടിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത പരന്നു. ഇതാകെ ഒരു വിഷമമായി മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, വലിയ വിഷമം. പ്രത്യേകിച്ച് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് മക്കത്തുണ്ട്. അദ്ദേഹം ഇത് കേട്ടതോടുകൂടി അദ്ദേഹം വീട്ടിൽ വീണുപോയി, എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, അത്ര സങ്കടം. മാത്രമല്ല ചരിത്രത്തിൽ കാണാം, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളിൽ അബ്ദുള്ള, ഫദ്ല്, കുസും ഇങ്ങനെ മക്കളാണ്. ഇതിൽ കുസും എന്ന് പറയുന്ന കുട്ടി റസൂലുള്ളാഹിനോട് ചേലിൽ ഒത്ത കുട്ടിയാണ്. റസൂലുള്ളാഹിൻ്റെ അതേ ചേലാണ് ആർക്ക്, ഈ കുസുമിന്, അബ്ബാസിൻ്റെ മക്കളിൽ. ഈ കുസുമിനെ മക്കളുടെ കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ എടുത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു മലന്ന് കിടന്ന് അതിനെ ഉമ്മ വെച്ച്, എന്നിട്ട് അദ്ദേഹം രണ്ട് കവിത പാടി എന്നാണ്. അതായത് പിന്നെ റബ്ബായ അള്ളാഹുവിൻ്റെ പ്രവാചകൻ തന്നെയാണ് മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞ് തൻ്റെ പിന്നെ ദുഃഖവചനങ്ങൾ ഇങ്ങനെ പാടി ആശ്വസിക്കാൻ ഈ മകനെങ്ങനെ ഉമ്മ വെച്ചിട്ട്. മനസ്സിലായില്ലേ? കാരണം അബ്ബാസ് കേട്ടതെന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിൽ തോറ്റിണെന്നാണ്, പരാജയപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെന്ന്. ഏതായാലും പിന്നുണ്ട് ഹജ്ജാജ് ഇബ്നു ഇലാത്ത് അസ്സുലമി തൻ്റെ ഭൃത്യനെ പറഞ്ഞയക്കണ് എവിടേക്ക്, അബ്ബാസിൻ്റെ വീട്ടിലേക്ക്. കാരണം അയാൾക്കറിയാം അബ്ബാസ് തകരുമെന്ന്, ഈ വാർത്ത കേട്ടാൽ അബ്ബാസ് തകരും എന്നുള്ളതറിയാം. അപ്പോൾ തൻ്റെ ഭൃത്യനെ പറഞ്ഞയച്ച്, ഖാദിമിനെ. എന്നിട്ട് നീ രഹസ്യമായിട്ട് അബ്ബാസിനെ ചെന്ന് കണ്ട് അബ്ബാസിനോട് പറയണം, മുഹമ്മദ് തോൽപ്പിക്കപ്പെട്ടിട്ടില്ല, മുഹമ്മദ് വിജയശ്രീലാളിതനാണ് അവിടെ ഖൈബറിൽ. മാത്രമല്ല ഖൈബറുകാരെ തോൽപ്പിച്ചിട്ട് മുഹമ്മദ് ജൂത നേതാവായ ഹുയയ് ഇബ്നു അഖ്തബിൻ്റെ മകളെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പറയണം എന്നാണ്. അങ്ങനെ ഈ വൃത്യന് വന്നു എന്നാണ്. അപ്പോൾ കുട്ടീനെ നെഞ്ഞത്ത് വെച്ച് ഇങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു കിടക്കുമ്പോഴാണ് വൃത്യന് വരുന്നത്. വൃത്യൻ വന്നിട്ട് ആകെ ആദ്യം അബ്ഷിർ അബുൽ ഫضൽ സന്തോഷിക്കൂ എന്ന് പറഞ്ഞു. അബുൽ ഫضൽ എന്ന അബ്ബാസിൻ്റെ വിളിപ്പേരാണ്. അതിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു കുട്ടീനെ മാറ്റിയിട്ട് ചാടിയുണ്ട് എഴുന്നേറ്റിട്ട് ഈ അടിമയെ കെട്ടിപ്പിടിച്ചിട്ട് അടിമൻ്റെ തലയിൽ ചുംബിച്ചു എന്നാണ് ഈ വാർത്ത പറഞ്ഞിരുന്നു. എന്നിട്ട് അദ്ദേഹം ഹജ്ജാജ് പറഞ്ഞ് ഈ വാർത്ത കേൾപ്പിച്ച് അബ്ബാസിനെ. അതോടുകൂടി ഹജ്ജാജ് എന്ത് ചെയ്ത്, ഈ അടിമനെ മോചിപ്പിച്ച് അവിടുന്ന്, നീ സ്വതന്ത്രനാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് അയാളെ മോചിപ്പിച്ച്. ഏതായാലും ഈ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് പറഞ്ഞ്, ഈ ഹജ്ജാജ് ഇബ്നു ഇലാത്ത് 3 ദിവസം ഈ ന്യൂസ് മൂടിയേക്കണം. കാരണം എന്താ, മൂപ്പർക്ക് ഇവിടുന്ന് സാധനങ്ങൾ കെട്ടിപ്പെറുക്കിയിട്ട് പോകണം മദീനത്തേക്ക്. അപ്പോൾ അതുവരെ ഈ ന്യൂസ് പറയരുത് എന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത്, ഹജ്ജാജ് ഇബ്നു ഇലാത്ത് മദീനത്തേക്ക് ഹിജറ പോയി. അങ്ങനെ ഈ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇയാളെ വീട്ടിൽ ചെന്ന് ആളെ ഭാര്യനോട് ചോദിച്ചു, എന്താണ് കാര്യം, എവിടെയാണ് ഹജ്ജാജ്? അപ്പോൾ ഹജ്ജാജ് ഖൈബറിലേക്ക് പോയിക്കാണ്. എന്തിന്? അവിടുന്ന് സ്വത്ത് വാങ്ങാൻ വേണ്ടിയിട്ട്, മുഹമ്മദിൻ്റെയും കൂട്ടരുടെ സ്വത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിക്കാണ്. കുറച്ച് ദിവസമായി പോയിട്ട്. എന്നിട്ട് അപ്പോൾ ഹജ്ജാജ് ബിൻ ഈ ഇലാത്തിൻ്റെ ഭാര്യ പറയാണ് അബ്ബാസിനോട്, അബ്ബാസ്, നിങ്ങൾ കേട്ട വാർത്തയിൽ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവും, നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു.
അതിൽ അബ്ബാസ് റളിയല്ലാഹു തആല അവളോട് മറുപടി കൊടുത്ത്, മുഹമ്മദ് തോൽപ്പിക്കപ്പെട്ടിട്ടില്ല, ജൂതർ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ല സുഗന്ധമൊക്കെ പൂശി കഅബത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് കഅബ ഇങ്ങനെ തവാഫ് ചെയ്യാണ് സന്തോഷത്താൽ. അപ്പോൾ ഖുറൈശികൾ അണിഞ്ഞൊരുങ്ങിയിട്ടുള്ള ഈ തവാഫ് മുഹമ്മദ് തോറ്റതിലുള്ള ആ പ്രയാസം തീർക്കാനായിരിക്കുമല്ലേ അബ്ബാസ് എന്ന അബ്ബാസിനോട് ഖുറൈശികൾ. അപ്പോൾ അബ്ബാസ് പറഞ്ഞു, ലഖദ് അസ്ബഹ ഇബ്നു അഖി മുൻതസിറൻ മുഅർരിസൻ ബി ഇബ്നതി മലികിഹിം, എൻ്റെ സഹോദരപുത്രൻ മുഹമ്മദ് വിജയശ്രീലാളിതനാണ്. മാത്രമല്ല അവരുടെ രാജാവിൻ്റെ മകളെ കല്യാണം കഴിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് അബ്ബാസ് റളിയല്ലാഹു തആല ഖുറൈശികളോട് തുറന്നടിച്ച്. അതോടുകൂടി ഖുറൈശികൾ വീണ്. ഏതായാലും ഈ ഹജ്ജാജ് ബിൻ ഇലാത്ത് എന്ന് പറയുന്ന മഹാൻ, അതാണ് സഹാബി, അയാൾക്കൊരു മകനുണ്ടായിരുന്നു നസർ. ഈ നസർ ബിൻ അൽ ഹജ്ജാജ് ഭയങ്കര സുന്ദരനായിരുന്നു, അതീവ സുന്ദരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം അത് ഒരു വാർത്തയായി മദീനയിൽ. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ മദീനയിൽ രാത്രി സമയത്ത് സഞ്ചരിക്കുമ്പോൾ ഒരു സ്ത്രീ ഹൽ മിൻ സബീലിൻ ഇലാ ഖംറിൻ ഫഅശ്റബുഹ അം ഹൽ സബീലുൻ ഇലാ നസ്ർ ബിൻ ഹജ്ജാജി എന്ന് കവിത പാടി. ഒരു പെണ്ണ്, മദ്യപിക്കാൻ വകുപ്പുണ്ടോ അല്ലെങ്കിൽ നസ്ർ ബിൻ ഹജ്ജാജിനെ പ്രാപിക്കാൻ അവസരമുണ്ടോ എന്നതാണ് അതിൻ്റെ ആശയം. അപ്പോൾ ആരാണ് ഈ നസ്ർ ബിൻ ഹജ്ജാജ് എന്ന് അന്വേഷിച്ചു ഉമർ. അപ്പോൾ നസ്ർ ബിൻ ഹജ്ജാജ് ഈ ഹജ്ജാജ് ബിൻ ഇലാത്തിൻ്റെ മകനാണ്. എന്താ കാര്യം? അയാൾ അതീവ സുന്ദരനാണ്. ഞാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നവനാണെന്നാണ്. അള്ളാഹുവിനെ നൽകൽ അത് പല നിലക്കാണ്. അതിൽ നസ്ർ ബിൻ ഇലാത്ത്, ഹജ്ജാജ് അൽ ഇലാത്ത്, അയാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത് അതീവ സൗന്ദര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായിട്ട് സ്ത്രീകളാകെ ഫിത്നയിലാണ്. അതിലൊരു പെണ്ണാണിത്. അതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിക്കുന്നത്. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ നസറിനോട് വരാൻ പറഞ്ഞു. അങ്ങനെ നസർ വന്നപ്പോൾ ചരിത്രത്തിൽ കാണാം, ഫൈദാ ഹുവ അഹ്സനുന്നാസി ശഅറൻ വ അഹ്സനുഹു വജ്ഹ എന്നാണ്. മുടി ഇങ്ങനെ വളർത്തിയിട്ടുണ്ട്, വളരെ സുന്ദരമായ മുടി, മുഖമാകട്ടെ അതും വളരെ സുന്ദരം. അപ്പോൾ ഉമറിന് മനസ്സിലായി ഈ സൗന്ദര്യമാണ് ഈ ഫിത്നക്ക് കാരണം. അതുകൊണ്ട് ഉമർ എന്ത് പറഞ്ഞു, അദ്ദേഹത്തോട് മുടി വടിക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മുടി വടിച്ച് നസർ. അപ്പോൾ നോക്കുമ്പോൾ സൗന്ദര്യം കൂടി. അപ്പം അദ്ദേഹത്തോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ തലപ്പാവ് ധരിക്കാൻ പറഞ്ഞു, തലയിൽ കെട്ടാൻ പറഞ്ഞു. തലയിൽ കെട്ടി വെക്കുമ്പോഴോ അപ്പോൾ ഒന്നുകൂടി സൗന്ദര്യമായി. അവസാനം ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ ബസറയിലേക്ക് മാറി പാർക്കാൻ ആവശ്യപ്പെട്ടു. മദീനയിൽ അയാൾ കാരണത്താൽ ഒരു ഫിത്ന വേണ്ടെന്ന് വിചാരിച്ചിട്ട് ബസറയിലേക്ക് മാറി താമസിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി എന്ന് ചരിത്രത്തിൽ കാണാം. ഈ നസ്ർ ബിൻ ഹജ്ജാജ് ബിൻ ഇലാത്ത് അസ്സുലമി, അയാളുടെ ചരിത്രത്തിൽ ഒരു ബലപ്പെട്ട ചരിത്രമാണിത്. ഇവിടെ ഞാൻ ആ ചരിത്രം കൊണ്ടുവന്നത് എന്തെന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവൻ അൽ മുഅ്തി, അല്ലാഹു ഹുവ അൽ മുഅ്തി, അല്ലാഹു അവൻ നൽകുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തായി, ഉപജീവനമായി, അറിവായി, അതേപോലെ സൗന്ദര്യമായി, സമ്പത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല അരുളുന്നവനും കനിയുന്നവനുമാണ് അല്ലാഹു അൽ മുഅ്തി എന്നതിൻ്റെ ആശയം. അത് മനസ്സിലാക്കാനാണ് ഇങ്ങനെ ചില ചരിത്രങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. റബ്ബുന, നമ്മളുടെ റബ്ബ്, അല്ലദീ അവൻ എങ്ങനെയുള്ളവനാണ്, അഅ്താ കുല്ല ശൈഇൻ എല്ലാ വസ്തുക്കൾക്കും അവൻ നൽകി, ഖൽഖഹു അതിൻ്റെ സൃഷ്ടിപ്പ്, സുമ്മ ഹദാ പിന്നീട് അള്ളാഹു അതിനൊക്കെ ഹിദായത്ത്, വഴി കാണിച്ചു, മാർഗം കാണിച്ചു. അപ്പോൾ ഓരോ പടപ്പുകൾക്കും അതിൻ്റെ സൃഷ്ടിപ്പ് നൽകിയവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് അള്ളാഹു തന്നെ കുറിച്ച് പറയണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നവനാണ്. അതിൽ അള്ളാഹു നൽകിയത് ഓരോ സൃഷ്ടികൾക്കും അവരുടെ സൃഷ്ടിപ്പും അവർക്ക് ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള മാർഗവുമാണ്.
മനസ്സിലല്ലേ? ഓരോ പടപ്പുകളിൽ നോക്കി നിങ്ങൾ, തേനീച്ച, ഉറുമ്പ്, അതേപോലെ തന്നെ ഇതര ജീവജാലങ്ങൾ, ഇഴജന്തുക്കൾ, അതേപോലെ തന്നെ മൃഗങ്ങൾ, മനുഷ്യർ, ഇങ്ങനെ ഓരോ പടപ്പുകൾക്കും അവരുടേതായ സൃഷ്ടിപ്പ് നൽകി. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മാർഗം കാണിച്ചു. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നവനാണ്, മുഅ്തിയാണ്. വിശുദ്ധ ഖുർആനിൽ രണ്ട് കൂട്ടരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഒന്ന് വഴിപ്പെട്ടവരും മറ്റൊന്ന് വഴിപ്പെടാത്തവരും. എന്താ അള്ളാഹു പറഞ്ഞത്? മൻ കാന യുരീദുൽ ആജില അജ്ജൽനാ ലഹു ഫിഹാ മാ നശാ ലിമൻ നുരീദ് ثم جعلنا له جهنم يصلاها مذموما مدحورا ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. രണ്ട് കൂട്ടരെ കുറിച്ച് അള്ളാഹു പറയുന്നത് എന്താ? ഒന്ന് ദുനിയാവിനെ ഉദ്ദേശിക്കുന്നവർ, പരലോക വിശ്വാസമല്ല, അള്ളാഹുവിൽ വിശ്വാസമല്ല, കേവലം ഭൗതിക പ്രേമികൾ. അവർ നിയ്യത്താക്കുന്നത് അള്ളാഹു അവർക്ക് നൽകും, പക്ഷേ മരിച്ചാൽ അവർ നരകത്തീൻ്റെ വിറക. എന്നാൽ വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹ, പരലോകം ഉദ്ദേശിച്ച് അതിനു വേണ്ട അധ്വാനം നടത്തുന്നവർ, വിശ്വാസം, സൽക്കർമ്മം ഇതൊക്കെ അനുഷ്ഠിച്ച് പരലോകത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവർ, വഹുവ മുഅ്മിൻ, വിശ്വാസിയായിക്കൊണ്ട്, ഫഉലൈക കാന സഅയുഹും മഷ്കൂറ. അപ്പോൾ രണ്ട് കൂട്ടരെ കുറിച്ച് അള്ളാഹു പറയുന്നത്. ഒന്ന് മുഅ്മിനീങ്ങളെ കുറിച്ച്, സൽപ്രവർത്തികൾ അനുഷ്ഠിക്കുന്ന വിശ്വാസികൾ. മറ്റൊന്ന് അവിശ്വാസികൾ, പരലോകബോധമല്ലാതെ ദുനിയാ പ്രേമികളായ അവിശ്വാസികൾ. ഈ രണ്ട് കൂട്ടരെ കുറിച്ച് അള്ളാഹു പറഞ്ഞതിന് ശേഷം എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? കുല്ലൻ നുബിദ്ദു ഹഉലായി വഹഉലായി മിൻ അതാഇ റബ്ബിക് വമാ കാന അതാഉ റബ്ബിക മഹ്ദൂറാ. കുല്ലൻ നുമിദ്ദു ഹഉലായി വഹഉലായി, വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും, മിൻ അതാഇ റബ്ബിക്, നിന്റെ റബ്ബിൻ്റെ ദാനത്തിൽ നിന്ന് അള്ളാഹു നൽകി സഹായിക്കും എന്നാണ്. വമാ കാന അതാഉ റബ്ബിക മഹ്ദൂറാ, റബ്ബിൻ്റെ ദാനം അത് തടയപ്പെടുന്നതല്ല. അപ്പോൾ വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും, വിശ്വാസിക്കും അവിശ്വാസിക്കും, കുല്ലൻ നുമിദ്ദു ഹഉലായി വഹഉലായി, അവർക്കും ഇവർക്കും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? മിൻ അതാഇ റബ്ബിക, റബ്ബിൻ്റെ ഔദാര്യത്തിൽ നിന്ന്, ദാനത്തിൽ നിന്ന് സഹായമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതെവിടെ? അത് ദുനിയാവിലാണ്. മനസ്സിലായി? അപ്പം അള്ളാഹുവിൻ്റെ നൽകൽ ഭൗതിക ലോകത്ത് ആമാണ്, പൊതുവിലാണ്. അങ്ങനെ അള്ളാഹു പൊതുവിൽ നൽകുന്നവനാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം നൽകും. അതാർക്കാ പ്രത്യേകം നൽകുക? അള്ളാഹിൻ്റെ ദാനം അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവൻ്റെ ദാസന്മാർക്കും അവൻ്റെ ഇഷ്ടക്കാരായ അടിമകൾക്കുമാണ്. ഇപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല ദാനം ഇസ്ലാം, തഖ്വ, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി, ഇതൊക്കെ അള്ളാഹിൻ്റെ ദാന. ഇതാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുക? എല്ലാവർക്കും. അള്ളാഹു എല്ലാവർക്കും ഒരുപോലെ നൽകുന്ന ദാനമുണ്ട്. അതാണ് ഇവിടെ സൃഷ്ടിപ്പ്, അതാണ് അന്നം, അതാണ് വായു, വെള്ളം, ഇതൊക്കെ. അതേസമയം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ദാനമുണ്ട്. അതാണ് അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്തും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ സ്വർഗവും. എന്താ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്? وَأَمَّا الَّذِينَ سُعِدُوا فَفِي الْجَنَّةِ خَالِدِينَ فِيهَا مَا دَامَتِ السَّمَاوَاتُ وَالْأَرْضُ إِلَّا مَا شَاءَ رَبُّكَ عَطَاءً غَيْرَ مَجْذُوذٍ. സൗഭാഗ്യവാന്മാർ അവർ സ്വർഗത്തിലാണെന്ന് പറയാണ്. അവർ സ്വർഗത്തിൽ നിത്യനിവാസികളാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? അത് അത്വാഅൻ, അള്ളാഹുവിൽ നിന്നുള്ള ദാനമാണ്. ഗൈറ മജ്ദൂദ്, നിലക്കാത്ത, അവസാനിക്കാത്ത, ഒടുക്കല്ലാത്ത ദാനം. ഇതായിരിക്കും അള്ളാഹു നൽകണത്? അതെല്ലാം അവിശ്വാസിക്കുക ഉൾപ്പെടുത്തിക്കൊണ്ട അല്ല. പിന്നെയോ ഫഅമ്മല്ലദീന സുഈദു, അത് സൗഭാഗ്യവാന്മാർക്കാണ്. വിശ്വാസവും ആ വിശ്വാസത്തെ കർമ്മങ്ങൾ കൊണ്ട് മാറ്റുകൂട്ടിയത് അള്ളാഹിൻ്റെ ഇഷ്ടദാസന്മാർ, അവർക്ക് അള്ളാഹു നൽകുന്നതാണ് സ്വർഗമാകുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ദാനം. ആ ദാനം അത് ഗൈറ മജ്ദൂദ് എന്നാണ്, നിലക്കാത്ത, അവസാനിക്കാത്ത, ഒടുക്കല്ലാത്ത ദാനം എന്നാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു ഹദീസുണ്ട്. ആ ഹദീസിൽ സ്വർഗമാകുന്ന ദാനത്തിൻ്റെ പ്രത്യേകത പറയാം. ഒരിക്കൽ സഹാബത്ത് റസൂലുള്ളാഹിനോട് ചോദിച്ചു, മാലന ഇദാ കുന്നാ ഇൻദക് റഖത്ത് ഖുലൂബുന, റസൂലേ, നിങ്ങളോടൊപ്പം ഞങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ ലോലമാണ്. വസഹിദ്ന ഫി ദുനിയ, ദുനിയാവിൽ ഞങ്ങൾ വിരക്തരാണ്.
വകുന്ന മിൻ അഹ്ലിൽ ആഖിറ, ഞങ്ങൾ പരലോകത്തിൻ്റെ വാക്താക്കളുമാണ്. ഫൈദ ഖറജ്ന മിൻ ഇൻദിക്, റസൂലെ നിങ്ങളുടെ അടുക്കൽ നിന്ന് ഞങ്ങൾ പുറത്തു ഇറങ്ങിയാൽ, ഫാനസ്ന അഹാലീന, ഞങ്ങളുടെ കുടുംബക്കാരായിട്ട് ഞങ്ങൾ ഇണങ്ങിയാൽ, വശമംന ഔലാദന, മക്കളൊക്കെ ഞങ്ങൾ മണത്ത് നാറ്റിയാൽ, അൻകർന അൻഫുസന, ഞങ്ങളെ തന്നെ വിസ്മരിച്ചു പോവുകയാണ്. സഹാബികൾ പറയാണ് റസൂലുള്ളാഹിനോട് അവരുടെ ഒരു അവസ്ഥ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, എൻ്റെ അടുത്തിരിക്കുമ്പോഴുള്ള അതേ ധാർമ്മികാവസ്ഥ ഉണ്ടല്ലോ, ആത്മീയാവസ്ഥ, അത് നിങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ടുണ്ടാകുകയാണ് എങ്കിൽ മലക്കുകൾ നിങ്ങളുടെ വിസിറ്റേഴ്സ്, സന്ദർശകരാകും. വഴികളിൽ മലക്കുകൾ നിങ്ങൾക്ക് ഷേക്ക് ഹാൻഡ്, ഹസ്തദാനം ചെയ്യും. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സംസാരം തുടർത്തിയിട്ട് സ്വർഗത്തിൻ്റെ വസ്ഫ് പറയാണ്, വർണ്ണന പറയാണ്. ലബിനത്തും മിൻ ഫിദ്ദ വലബിനത്തും മിൻ ദഹബ്. സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടിക വെള്ളിയുടേതാണ്, മറ്റൊരു ഇഷ്ടിക സ്വർണത്തിൻ്റേതാണ്. വമിലാത്തുഹ അൽ മിസ്കുൽ അദ്ഫർ, മുന്തിയ തരം കസ്തൂരിയാണ് ഈ സ്വർണ്ണക്കട്ടയും അതേപോലെ വെള്ളിക്കട്ടയും ഒക്കെ ഇങ്ങനെ ചേർത്ത് വെക്കാനുള്ള ദ്രവ്യം. വഹസ്ബഉഹ ലുഉലുഹു വൽ യാഖൂത്ത് വതുർബതുഹ സഅഫറാൻ, സ്വർഗത്തിൽ കല്ലുകൾ അത് മുത്തുകളും പവിഴങ്ങളുമാണ്, അതിലെ മണ്ണ് കുങ്കുമമാണ്. മൻ ദഖലഹ, സ്വർഗത്തിൽ വല്ലവരും പ്രവേശിച്ചാൽ, യൻഅം വലാ യബ്അസ്, നിത്യസൗഖ്യമാണ്, ഒരിക്കലും നൈരാശ്യമല്ല. അള്ളാഹു നമ്മളെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വയഖ്ലുദ് വലാ യമൂത്ത്, നിത്യവാസമാണ്, മരണമല്ല. ലാ തബ്ലാ സിയാബുഹും, അവരുടെ വസ്ത്രം ജീർണിക്കൂല. വലാ യഫ്ന ശബാബുഹും, യൗവനം നശിക്കൂല. അപ്പം നിത്യ യൗവനത്തിൽ, അതേപോലെ തന്നെ നല്ല ജീർണിക്കാത്ത വസ്ത്രങ്ങളിൽ, മരണമല്ല, നാശമല്ല, നിത്യ നിവാസമാണ്. ഇതാണ് സ്വർഗം. അതാണ് അള്ളാഹു അതിനെക്കുറിച്ചാണ് പറഞ്ഞത്, അതാഅൻ ഗൈറ മജ്ദൂദ്, നിലക്കാത്ത അവസാനിക്കാത്ത സമ്മാനം. അപ്പോൾ ആ സമ്മാനം അള്ളാഹു നൽകുന്നവനാണ്. അള്ളാഹു അൽ മുഅ്തിയാണ്. അതെല്ലാവർക്കും ഉള്ള സമ്മാനമല്ല, പിന്നെയോ അത് വിശ്വസിച്ച് സൽപ്രവൃത്തികൾ കൊണ്ട് വിശ്വാസത്തെ മാറ്റുകൂട്ടുന്ന സൗഭാഗ്യവാന്മാർ. വ അമ്മല്ലദീന സുഇദു എന്ന് പറഞ്ഞില്ലേ, സൗഭാഗ്യവാന്മാർ, അവർക്കുള്ളതാണ് ആ അള്ളാഹുവിൻ്റെ അതാ. അപ്പോൾ അള്ളാഹുവിൻ്റെ സമ്മാനത്തെ സംബന്ധിച്ചിടത്തോളം, അതായിനെ സംബന്ധിച്ചിടത്തോളം, ദാനത്തെ സംബന്ധിച്ചിടത്തോളം അത് പൊതുവിലുള്ളതുണ്ട്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയത്. പ്രത്യേകിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതായ ദാനമുണ്ട്, അതാർക്കുള്ളതാണ്? അതാണ് വിശ്വാസികളായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്കുള്ളത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ദാനം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ദാനം, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ദുആ ചെയ്തു. ഖാല റബ്ബി ഗ്ഫിർ ലി വഹബ് ലി മുൽക്കൻ ലാ യൻബഗി ലി അഹദിൻ മിൻ ബഅദി ഇന്നക അൻതൽ വഹാബ്. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി, എൻ്റെ റബ്ബേ, ഇഗ്ഫിർ ലി, നീ എന്നോട് പൊറുക്കണമേ, വഹബ് ലി മുൽക്കൻ ലാ യൻബഗി ലി അഹദിൻ മിൻ ബഅദി, എനിക്ക് ഒരു ഭരണം, രാജവാഴ്ച നൽകണമേ, എനിക്ക് ശേഷം ഒരാൾക്കും ചേരാത്ത വിധമുള്ള രാജവാഴ്ച. ഇന്നക അൻതൽ വഹാബ്. അങ്ങനെ അള്ളാഹു പറയാണ്, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ അള്ളാഹു കേട്ടു. ഫസഖർനാ ലഹു റീഹ് തജ്രി ബിഅംരിഹി റുഖാഅൻ ഹൈസു അസാബ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്ത്, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എവിടേക്കാണോ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് ഈ കാറ്റ് കൊടുങ്കാറ്റായിട്ടല്ല, പിന്നെയോ നല്ല മയത്തിൽ വീശുന്ന കാറ്റായിട്ട്, അങ്ങനെ കാറ്റിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. വശയാതീൻ കുല്ല ബന്നാഇൻ വഗവാസ്, പിശാചുക്കളെ എങ്ങനെ എടുപ്പുകൾ നിർമ്മിക്കുന്ന, അതേപോലെ തന്നെ സമുദ്രത്തിൽ മുങ്ങുന്ന വിദഗ്ധരായിട്ടും പിശാചുക്കളെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു. വ ആഖറീന മുഖറനീന ഫിൽ അസ്ഫാദ്, മറ്റ് ചില പിശാചുക്കളെ കീഴ്പ്പെടുത്തി കൊടുത്തത് ചങ്ങലകളിൽ ബന്ധിപ്പിക്കപ്പെട്ടവരായിട്ടാണ്, അങ്ങനെ കീഴ്പ്പെടുത്തി കൊടുത്ത്. എന്നിട്ട് അള്ളാഹു പറയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട്, ഹാദാ അതാഉന, ഇതൊക്കെ നമ്മളുടെ അതാ ആണ്, ദാനമാണ്. അള്ളാഹു മുഅ്തിയാണ്.
അള്ളാഹുവിൽ നിന്നുള്ള അതാണ്, ദാനമാണ്. ഫംനുൻ ഔ അംസിക്, വേണമെങ്കിൽ ഇഷ്ടമുള്ളവരെ വെറുതെ വിടാം, അല്ലെങ്കിലോ ഇഷ്ടമുള്ളവരെ തനിക്ക് വേണ്ടിയിട്ട് കീഴ്പ്പെടുത്തി വെക്കുകയും ചെയ്യാം, കൈവശം വെക്കുകയും ചെയ്യാം. ബിഗൈരി ഹിസാബ്, കണക്ക് നോക്കാത്ത വിധം വേണ്ടത് ചെയ്യാൻ വേണ്ടിയിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയത് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മറ്റാർക്കും തരപ്പെടുത്തി കൊടുക്കാത്ത വിധമുള്ളതായ, അദ്ദേഹത്തിൻ്റെ കാലശേഷം പിന്നീട് ഒരാൾക്കും തരപ്പെടുത്തി കൊടുക്കാത്ത വിധം അനുഗ്രഹങ്ങളാണ് നൽകിയത്. സൂറത്ത് നംലിൽ അള്ളാഹു പറയാണ്, വഹുശിറ ലി സുലൈമാൻ ജുനൂദുഹു മിനൽ ജിന്നി വൽ ഇൻസി വത്തൈർ ഫഹും യൂസഊൻ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൻ്റെ സൈന്യത്തെ, ആരൊക്കെ സൈന്യങ്ങൾ? ജിന്നുകൾ, മനുഷ്യർ, പക്ഷികൾ, പറവകൾ, അവരൊക്കെ ശേഖരിച്ചു കൊടുത്തു, ഒരുമിച്ച് കൂട്ടിക്കൊടുത്തു. ഫഹും യൂസഊൻ, ഓരോരുത്തരും കൂട്ടം കൂട്ടായിട്ട് വരി വരിയായിട്ട് നിൽക്കുക. ജിന്നുകൾ, അതേപോലെ മനുഷ്യർ, പറവകൾ, ഇങ്ങനെ സൈന്യം വരിയായിട്ട് നിൽക്കുക. അങ്ങനെ അള്ളാഹു പറയണ ഹത്ത ഇദാ അതൗ അലാ വാദിൻ നംൽ, ഉറുമ്പുകളുടെ താഴ്വാരത്തിലൂടെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും തൻ്റെ ഈ സൈന്യങ്ങളും, ജിന്നുകളും മനുഷ്യരും പറവകളും അടങ്ങുന്ന സൈന്യം പോവുകയാണ്. അപ്പോഴാണ് ഖാലത്ത് നംലത്തുൻ യാ അയ്യുഹൻ നംലു ഉദ്ഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാൻ വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. ഒരു ഉറുമ്പ് പറയാണ്, ഉറുമ്പുകളെ മാളത്തിൽ പ്രവേശിച്ചോളി, സുലൈമാനും സൈന്യവും അറിയാത്ത നിലക്ക് നിങ്ങളെ ചവിട്ടിത്തേക്കും, അതുകൊണ്ട് മാളത്തിൽ പ്രവേശിച്ചോളി. ഫതബസ്സമ ദാഹികം മിൻ ഖൗലിഹ, അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഉറുമ്പിൻ്റെ വാക്ക് കേട്ടിട്ട് നന്നായിട്ട് ചിരി തൂകി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്താ? അദ്ദേഹത്തിൻ്റെ ദുആ, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർദാ. ഈ ഉറുമ്പിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് 3 കാര്യങ്ങൾക്ക് ദുആ ചെയ്തു എന്നാണ്. 3 കാര്യങ്ങൾക്ക് ദുആ ചെയ്തു. എന്താ 3 കാര്യങ്ങൾ? റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ, പടച്ചോനെ നീ എനിക്ക് അരുളിയ അനുഗ്രഹങ്ങൾക്ക് നിന്നോട് നന്ദി കാണിക്കുവാൻ നീ എനിക്ക് പ്രചോദനം നൽകണമേ, പ്രേരണ നൽകണമേ. അതൊന്ന്. രണ്ടാമത്തേത്, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാൻ എനിക്ക് പ്രചോദനം നൽകണമേ, 1. 2, വൻ അഅമല സ്വാലിഹൻ തർളാഹു, അള്ളാഹുവേ നീ പ്രീതിപ്പെടുന്ന സൽപ്രവൃത്തി ചെയ്യുവാൻ ഉള്ള പ്രചോദനം നീ എനിക്ക് നൽകണമേ. രണ്ടാമത്തേത്. മൂന്നാമത്തേത്, വഅദ്ഖിൽനി ബിറഹ്മതിക് ഫി ഇബാദിക സ്വാലിഹീൻ, വഅദ്ഖിൽനി ബിറഹ്മതിക്, റബ്ബേ നിൻ്റെ കാരുണ്യം കൊണ്ട് നീ എന്നെ നിൻ്റെ സാലിഹീങ്ങളായ ദാസന്മാരിൽ ഉൾപ്പെടുത്തണമേ. ഇങ്ങനെ 3 കാര്യങ്ങൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തേടേണ്ടതാണ്. എപ്പോഴാണ് തേടിയത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആക്ക് മറുപടിയായിട്ട് നൽകി. ഒരാൾക്കും പിൽക്കാലത്ത് തരപ്പെടാത്ത വിധമുള്ള മുൽക്ക്, ആധിപത്യം എനിക്ക് നൽകണമേ എന്നാണ് ചോദിച്ചത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുൽക്കിൻ്റെ പ്രത്യേകതയാണ് അദ്ദേഹം ലക്ഷ്യമാക്കുന്നിടത്തേക്ക് അദ്ദേഹത്തിന് കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. അപ്പോൾ ആ കാറ്റിൻ്റെ സഹായത്തിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ഉദ്ദേശിക്കുന്നിടത്തേക്ക് പോകാം. പിന്നെ അദ്ദേഹത്തിന് പിശാചുക്കളെ മുങ്ങൽ വിദഗ്ധരായി, അതേപോലെ തന്നെ എടുപ്പുകൾ നിർമ്മിക്കുന്നവരായിട്ടൊക്കെ കീഴ്പ്പെടുത്തി കൊടുത്തു. പിന്നെ കുറേ പിശാചുക്കളെ ചങ്ങലകളിൽ ബന്ധിപ്പിക്കപ്പെട്ടവർ നിലക്കും കീഴ്പ്പെടുത്തി കൊടുത്തു. അങ്ങനെ പറവകളിൽ നിന്നും അതേപോലെ മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നുമുള്ള സൈന്യങ്ങൾ അദ്ദേഹത്തിന് വരി വരിയായി നിരത്തപ്പെട്ട സന്ദർഭത്തിലാണ് അദ്ദേഹം സൈനിക പടയോട്ടം നടത്തുന്നത്. അപ്പോഴാണ് ഒരു ഉറുമ്പിൻ്റെ ഭാഷ്യം അദ്ദേഹം കേൾക്കുന്നത്. അതാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ടല്ലോ, ഉല്ലിംനാ മന്തിഖ ത്വയ്ർ, പക്ഷികളുടെ സംസാരം നമുക്ക് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വ ഊതീന മിൻ കുല്ലി ഷൈ, എല്ലാം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ദാനമായിട്ട് നൽകി, എല്ലാത്തിൽ നിന്നും നൽകപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം പോകുമ്പോഴാണ്
ഉറുമ്പിൻ്റെ സംസാരം കേൾക്കുന്നത്. ഈ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഉറുമ്പിൻ്റെ സംസാരം കേട്ട മാത്രയിൽ അള്ളാഹുവിനോട് തേടിയ 3 കാര്യങ്ങൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തുകയാണ്. ഒന്നെന്താ? റബ്ബി ഔസിനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചൊരിഞ്ഞതായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുവാനുള്ള പ്രചോദനം നൽകണമേ. അപ്പം അള്ളാഹുവിൻ്റെ ഔദാര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഇതിന് നന്ദി കാണിക്കാനുള്ള ഒരു പ്രചോദനം അള്ളാഹു നൽകണം. രണ്ടാമത്തെ എന്താ? വാൻ ആമല സ്വാലിഹൻ തർവാ, അള്ളാഹു നീ ഇഷ്ടപ്പെടുന്ന സാലിഹായ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള പ്രചോദനം. പടച്ചോൻ ഇഷ്ടമുള്ള സൽപ്രവൃത്തി ചെയ്യാനുള്ള പ്രചോദനം. പടച്ചോൻ നമുക്ക് പ്രചോദനമേകിയില്ല എങ്കിൽ, പ്രേരണ തന്നില്ല എങ്കിൽ നമുക്കതിന് കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹിനോട് ഹൗലിനും കൂവത്തിനും തേടുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് തേടുന്നത് എന്തിനാ? ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മളോട് എപ്പോഴാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ചെല്ലാൻ പറഞ്ഞത്? എപ്പോഴാണ് ചെല്ലാൻ പറഞ്ഞത്? ഹയ്യ അലൽ സലാ, മുഅദ്ദിൻ പറയും നമസ്കാരത്തിലേക്ക് വരൂ. ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ. ഇത് പറയുമ്പോഴാണ് നമ്മളോട് എന്ത് പറഞ്ഞത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. യാതൊരു കഴിവും ചലിക്കുവാനുള്ള ശേഷിയും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല. അതുകൊണ്ട് അള്ളാഹുവേ നീ എന്നെ സഹായിക്കണമേ, നിസ്കരിക്കാൻ, വിജയം കൊയ്യാൻ, പള്ളിയിലെത്താൻ സഹായിക്കണമേ എന്ന് തേടുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രേരണയും പ്രചോദനവും വേണം. അതാണ് ഇവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് തേടുന്നത്. വാൻ അമല സ്വാലിഹൻ തർവാ, നീ ഇഷ്ടപ്പെടുന്ന സാലിഹായ പ്രവൃത്തി ചെയ്യുവാനുള്ള പ്രചോദനം നൽകണമേ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താ തേടിയത്? വഅദ്ഖിൽനി ബിറഹ്മതിക് ഫി ഇബാദിക സ്വാലിഹീൻ. വഅദ്ഖിൽനി, അല്ലാഹുവേ നീ എന്നെ പ്രവേശിപ്പിക്കണമേ, ബിറഹ്മതിക് നിന്റെ കാരുണ്യത്താൽ. എവിടെ? ഫി ഇബാദിക സ്വാലിഹീൻ, നിന്റെ സാലിഹീങ്ങളായ ദാസന്മാരിൽ. സുലൈമാൻ നബിയാണ്. സുലൈമാൻ അലൈഹിസ്സലാം നബിയാണ്. അദ്ദേഹം സാലിഹാണോ? അല്ലേ? അള്ളാഹിൻ്റെ സാലിഹായ ദാസനാണ് സുലൈമാൻ നബി. അതുകൊണ്ടാണ് നബിയായത്. പിന്നെ എന്തിനാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നെ നിൻ്റെ കാരുണ്യത്താൽ നിൻ്റെ സാലിഹീങ്ങളായ ദാസന്മാരിൽ ഉൾപ്പെടുത്തണമെന്ന് ദുആ ചെയ്തത്? അദ്ദേഹം സാലിഹല്ലേ? അദ്ദേഹം നബിയല്ലേ? പിന്നെ എന്തിനാ അദ്ദേഹം തേടിയത് നമുക്ക് വേണ്ടിയിട്ടാണ് തേടിയത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അരുളുമ്പോൾ ആ അനുഗ്രഹദാതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ വിനയപ്പെടുന്നവരും അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുവാൻ അള്ളാഹുവിനെ വിളിക്കുന്നവരുമാകണം നമ്മൾ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചതുപോലെ നമ്മളും അള്ളാഹുവിനെ വിളിക്കണം. അള്ളാഹുവിൻ്റെ സാലിഹീങ്ങളായ ദാസന്മാരിൽ അള്ളാഹു അവൻ്റെ കാരുണ്യത്താൽ നമ്മളെ ഉൾപ്പെടുത്തുവാൻ. ഇതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യം, അള്ളാഹു അൽ മുഅ്തിയാണ്, ദാനം നൽകുന്നവനാണ്. അള്ളാഹുവിൻ്റെ അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് അരുളുകയും അള്ളാഹു അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും. അതിലൊരു വ്യക്തിത്വമാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യം, ദാനം തനിക്ക് ലഭിച്ചപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രതികരണം, അദ്ദേഹത്തിൻ്റെ നിലപാട് എങ്ങനെയായിരുന്നു എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദാനമേകുന്നവനും ഔദാര്യം കനിയുന്നവനുമാണ്. മനുഷ്യരിലും ദാനം നൽകുന്നവരും ഔദാര്യം ചെയ്യുന്നവരുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം അബൂ ദാവൂദ് സഹിയായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ, അൽ ഐദി സലാസത്തുൻ, കൈകൾ മൂന്നെണ്ണം. ഫയദുല്ലാഹിൽ ഉലിയ, അള്ളാഹിൻ്റെ കൈ ഏറ്റവും മീതയുള്ള കൈയാണ്. അള്ളാഹുവിൻ്റേത് ഏറ്റവും മീതയാണ്. വയദുൽ മുഅ്തില്ലതി തലീഹ, അതിന് താഴെയാണ് പടപ്പുകളിൽ നൽകുന്നവൻ്റെ കൈ. പടപ്പുകളിൽ നൽകുന്നവൻ്റെ കൈ. വയദു സായിലി സുഫ്ല, ചോദിക്കുന്നവൻ്റെ കൈ ഏറ്റവും താഴെയാണ്. ചോദിക്കുന്നവൻ്റെ കൈ ഏറ്റവും താഴെയാണ്. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ കൈ ഏറ്റവും മീതയാണ്. ദാനം നൽകുന്നവൻ യദുൽ മുഅ്തി, ദാനം നൽകുന്നവൻ, പടപ്പുകളെക്കുറിച്ചാണ് പറയുന്നത്. ദാനം നൽകുന്നവൻ്റെ കൈ അത് അള്ളാഹുവിൻ്റെ കൈയിന് താഴെയാണ്. ചോദിക്കുന്നവൻ, യാചിക്കുന്നവൻ, അവൻ്റെ കൈ ഏറ്റവും താഴെയാണ് എന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്.
അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ദാനം ചെയ്യാൻ പറയണം. ഒരിക്കലും താണ കൈ നമ്മളുടേതാകരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നമ്മളെ അറിയിക്കുന്നത്. ഇവിടെ യദുൽ മുഅ്തി, നൽകുന്നവൻ്റെ കൈ എന്ന് പറഞ്ഞപ്പോൾ അൽ മുഅ്തി എന്നാണ് പറഞ്ഞത്. അത് മനുഷ്യനെ ഉദ്ദേശിച്ച അള്ളാഹു അൽ മുഅ്തിയാണ്. പടപ്പുകളിലും ചിലരെ കുറിച്ച് മുഅ്തി എന്ന് പറയും, ദാനം നൽകുന്നവരെ കുറിച്ച്. പക്ഷേ രണ്ട് മുഅ്തിയും തമ്മിൽ എന്താ വ്യത്യാസമല്ലേ? അള്ളാഹു അൽ മുഅ്തി എന്ന് പറയുമ്പോൾ അത് സമ്പൂർണാർത്ഥത്തിലാണ്, ഒരിക്കലും കുറവോ ന്യൂനതയോ ഇല്ലാത്ത വിധം നൽകുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിൻ്റെ പരിപൂർണതക്ക് അനുയോജ്യമായ വിധം അള്ളാഹു ദാനം നൽകുന്നവനും കൊടുക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മല്ലം യസ്അലില്ലാ യഗ്ദബ് അലൈഹി. എന്താ? അള്ളാഹുവിനോട് ചോദിക്കാത്തവനോട് അള്ളാഹു ദേഷ്യപ്പെടുന്നതാണ്. അള്ളാഹിനോട് ചോദിക്കാത്തവനോട് അള്ളാഹു ദേഷ്യപ്പെടും. അപ്പം അള്ളാഹു നൽകും, ചോദിക്കാതെ തന്നെ നൽകും, ചോദിച്ചാലും നൽകും. അള്ളാഹിനോട് ചോദിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു ദേഷ്യപ്പെടുന്നതാണ്. മനുഷ്യനോ? അള്ളാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു വബനിയ ആദം ഹീന യസ്അലു വബുനയ്യ ആദമു ഹീന യസ്അലു യഗ്ളബു. അള്ളാഹിനോട് ചോദിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു ദേഷ്യപ്പെടും. മനുഷ്യനോട് ചോദിച്ചാൽ മനുഷ്യൻ ദേഷ്യപ്പെടും. ചോദിച്ചാൽ മനുഷ്യന്മാർ ദേഷ്യപ്പെടും. ചിലർക്ക് നീരസം ഉണ്ടാവും, ഒരിടങ്ങേറോ എന്നോട് ചോദിച്ചു എന്നുള്ളവർക്ക്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോ, അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചില്ല എങ്കിൽ അള്ളാഹു ദേഷ്യപ്പെടും. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് എങ്ങനെയാണ്? അള്ളാഹു നൽകുന്നത് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലാണ്. അള്ളാഹു ചോദിച്ചാലും നൽകും, ചോദിക്കാതെയും നൽകും. അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹു ദേഷ്യപ്പെടും. അള്ളാഹു എന്നിട്ടും നൽകുന്നവനാണ്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകത. യസ്അലുഹു മൻ ഫിസ് സമാവാതി വ മൻ ഫിൽ അർദ് കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. ആകാശത്തിലുള്ളവർ ഭൂമിയിലുള്ളവരൊക്കെ അള്ളാഹിനോട് ചോദിക്കുന്നു. അള്ളാഹ്ക്ക് ഒരു പ്രയാസമല്ല, പരിഭവമല്ല. പിന്നെയോ ചോദിച്ചത് അള്ളാഹു നൽകും. യസ്അലുഹു മൻ ഫിസ് സമാവാതി വ മൻ ഫിൽ അർദ്. ആകാശത്തിലുള്ളവർ ഭൂമിയിലുള്ളവരൊക്കെ അള്ളാഹിനോട് ചോദിക്കുന്നു. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. അള്ളാഹു എല്ലാ ദിവസവും ചോദിക്കുന്നവർക്ക് നൽകി, രോഗിയെ ശിഫയാക്കി, വഴികളിൽ കഴിയുന്നവന് ഹിദായത്ത് നൽകി, ആവശ്യങ്ങൾ നിർവഹിച്ച് ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ ദിവസവും ഓരോ ഷൈനിലാണ്, കാര്യത്തിലാണ്. ചോദിച്ചിട്ടില്ലെങ്കിൽ ദേഷ്യപ്പെടുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പം അള്ളാഹു അൽ മുഅ്തി എന്ന് പറയുമ്പോൾ, പടപ്പുകൾ മുഅ്തി എന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ചോദ്യം കേട്ട് എല്ലാവരുടെയും ആവശ്യങ്ങൾ അവർക്ക് നൽകുന്നവനാണ്. ഇതാണ് നമുക്കതിൽ മനസ്സിലാക്കാനുള്ളത്. ഒരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഒരു വ്യക്തിയോട് പറയാണ്, ലാ തഖൂലന്ന ലി റജുലിൻ വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക. അള്ളാഹു നിനക്ക് പുറത്തു തരൂല നീ ഒരിക്കലും ഒരു മനുഷ്യനോട് പറയരുത്. അള്ളാഹു ആണേ അള്ളാഹു ഒരിക്കലും പുറത്തു തരൂല നീ ഒരിക്കലും ഒരു മനുഷ്യനോടും പറയരുത് എന്ന് അബൂ ഹുറൈറ ഒരു വ്യക്തിയോട് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി പറയണം അബൂ ഹുറൈറയോട്, അങ്ങനെ ഞങ്ങൾ ദേഷ്യപ്പെട്ടാൽ പറയാറുണ്ടല്ലോ, ചിലവരോട് ദേഷ്യം വന്നിട്ട് പടച്ചോനാണ് സത്യം, എനിക്ക് അള്ളാഹു ഒരിക്കലും പുറത്തു തരൂല, അള്ളാഹു നിന്നെ നന്നാക്കൂല, അങ്ങനെയൊക്കെ പറയില്ലേ, അങ്ങനെ പറയാറുണ്ടല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേട്ടത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, എന്താ, ഇസ്രായേലിൽ രണ്ട് വ്യക്തികളുണ്ടായിരുന്നു എന്നാണ്. ഒരാൾ നല്ല ഇബാദത്തിൽ മുഴുകുന്ന വ്യക്തിയാണ്, മറ്റൊരു വ്യക്തിയോ തെറ്റ് ചെയ്യുന്നവനാണ്. അപ്പോൾ ഈ തെറ്റ് ചെയ്യുന്നവനെ നോക്കിയിട്ട് ഇബാദത്തിൽ കഴിയുന്നവന് ഏത് സമയവും എന്ത് ചെയ്യും, അവനെ ഗുണദോഷിക്കും, നിർത്തി ചങ്ങായിയെ മതി എന്നൊക്കെ പറയും. അപ്പോൾ ആ തെറ്റ് ചെയ്യുന്നവൻ പറയും, ഞാൻ പടച്ചവൻ്റെ മുമ്പിലല്ലേ തെറ്റ് ചെയ്യണത്, അള്ളാഹു നിന്നെ എൻ്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ടൊരു അധികാരിയാക്കിയിട്ടൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇതിൻ്റെ കാര്യം ശ്രദ്ധിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അയാൾ പ്രതികരിക്കുമെന്നാണ്. അങ്ങനെ ഒരു ദിവസം ഈ ഇബാദത്തിൽ കഴിയുന്ന വ്യക്തി ആ തെറ്റ് ചെയ്യുന്നവനെ ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ അയാളോട് പറഞ്ഞു, വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക, അള്ളാഹു ആണ് സത്യം, അള്ളാഹു നിനക്ക് പുറത്തു തരൂല എന്ന് പറഞ്ഞു. എന്താ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന സഹിഹ ഹദീസാണ്, അള്ളാഹു മലക്കുകളെ നിയോഗിച്ച് ഈ രണ്ടാളുകളെയും മരിപ്പിച്ച്, അങ്ങനെ അള്ളാഹുവിങ്കൽ ഈ രണ്ടാളുകളും ഒരുമിച്ച് കൂടി.
അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്ന ബിറഹ്മതി. തെറ്റ് ചെയ്തവനോട് പറഞ്ഞ് എൻ്റെ കാരുണ്യത്താൽ നീ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞു. ഇബാദത്തിൽ കഴിഞ്ഞവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്താ പറഞ്ഞത്? അകുൻത ബി ആലിമൻ അകുൻത അലാ മാ ഫി യദി ഖാദിറൻ ഇദ്ഹബു ബിഹി ഇലന്നാർ. അവനോട് പറഞ്ഞ്, നീ എന്നെക്കുറിച്ച് അറിവുള്ളവനായിരുന്നോ? എൻ്റെ കയ്യിലുള്ളതിൻ്റെ വിഷയത്തിൽ നീ കെൽപ്പുറ്റവനായിരുന്നോ? ഞാൻ ഒരിക്കലും പുറത്തു കൊടുക്കൂല എന്ന് എന്നെക്കൊണ്ട് സത്യം ചെയ്ത് പറയാൻ മാത്രം അയാളെ നരകത്തിൽ കിടാൻ വേണ്ടിയിട്ട് മലക്കോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കും. അള്ളാഹു കാക്കട്ടെ. അള്ളാഹുവാണ് സത്യം. അയാൾക്ക് അള്ളാഹു ഒരിക്കലും പൊറുക്കൂല എന്നുള്ള വാക്ക് അയാളുടെ ആഖിറവും ദുനിയാവും ഒരുപോലെ അയാൾക്ക് നഷ്ടപ്പെടുത്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ടതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്തി നൽകുന്നവനാണ്. അള്ളാഹുവിൻ്റെ നൽകൽ അതെങ്ങനെയാണ്? അതതിൻ്റെ പൂർണ്ണാർത്ഥത്തിലാണ്. അത് തടയാൻ ആരുമില്ല. അത് എത്ര എങ്ങനെ അത് അവർണ്ണനീയമാണ്, അഗണ്യമാണ്. അള്ളാഹു ഒരാൾക്കും നൽകൂല എന്ന് അള്ളാഹുവിൽ ആണയിട്ട് പറയാനും അള്ളാഹു ഒരാൾക്കും പൊറുക്കൂല എന്ന് അള്ളാഹുവിൽ ആണയിട്ട് സത്യം ചെയ്ത് പറയാനും ഒരാൾക്ക് അവകാശമല്ല എന്നാണ് ഈ തിരുമൊഴി നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ മുഅ്തിയാണ്. അങ്ങനെ ദാനമായി നൽകുന്ന അള്ളാഹു നമ്മളോട് ദാനശീലരായി വളരാൻ കൽപ്പിച്ചിട്ടുണ്ട്. അതും ഈ അൽ മുഅ്തി എന്നുള്ള നാമം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠാണ്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് ഉപരിലോകത്ത് കബൂലാക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ബർക്കത്തും റഹ്മത്തും നഫ്ഹത്തും നമ്മളിൽ നമ്മുടെ ഈ വേദിയിൽ ചൊരിയുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لهذه البلاد أمنها ورجال أمنها ورخاءها وسخاءها وعقيدتها وقيادتها إنك ولي ذلك والقادر عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.